ഒരു ഈ പ്രേതങ്ങൾ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ഡയമെൻഷൻ. അതുണ്ട്. പിന്നെ പ്രേതത്തെ കാണുന്നവരുണ്ടെന്ന് പറയുന്നത് ശരിയാണ്. താങ്കളും ഒരു പ്രേതമാണ്. പ്രപഞ്ചം തന്നെ ഒരു പ്രേതമാണ്. ബ്രഹ്മസത്യം, ജഗത് മിഥ്യ. അങ്ങനെയാണെങ്കിൽ അതൊരു ഹാലൂസിനേഷൻ മാത്രമല്ലേ? അപ്പോൾ ഇത് ഏതാണ് റിയൽ, ഏതാണ് ഹാലൂസിനേഷൻ? അപ്പോൾ ഈ പ്രേതത്തെ പിടിക്കാൻ പോകുന്നതാണ്, പിടിച്ചു കെട്ടാൻ കഴിയുന്നതാണ് ഈ പ്രേതം. ഈ പ്രേതം എന്ന് പറയുന്നത് പിടിച്ചു കെട്ടാൻ കഴിയുമെന്ന് അയാൾ അവകാശപ്പെടുന്നതല്ലേ? നിങ്ങൾക്ക് ബാധാദോഷമുണ്ട് എന്ന് പറയുന്ന ഒരുപാട് സന്യാസിമാരുണ്ടല്ലോ. ഒരുപാട് സന്യാസിമാരുണ്ടല്ലോ. സമ്മർദ്ദം ചെലുത്താനും മറ്റൊരാൾക്ക് രോഗം നൽകാനും സാധിക്കുന്നത് ഒരിക്കലുമില്ല. അത് ചുമ്മാ പറയുന്നത്. അപ്പോൾ ഈ താന്ത്രിക ശാസ്ത്രങ്ങൾ തെറ്റാണ് എന്നാണ് പറയുന്നത്. മറ്റേ ട്യൂണിംഗ് ഫോർക്കും കൂടി ഇരുന്ന് സെയിം ശബ്ദം പുറപ്പെടുവിക്കാൻ തുടങ്ങും, ഇല്ലേ? ശരിയല്ലേ? അതെ, വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ അതിനെയാണ് ശരിക്കും തന്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ മനോതരംഗങ്ങളെ ഒരു ഈ പ്രേതങ്ങൾ ഒരുപാട് വലിയൊരു വിഷയമാണ്. പ്രേതങ്ങൾ എന്ന് പറയുന്നത്, പ്രേതങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് പറയുന്നത് തന്നെ ഒരു ഡിബേറ്റ് ആണ്. അതിനപ്പുറത്തേക്ക് പ്രേതങ്ങളെ കാണുന്നു എന്ന് പറയുന്ന ഒരുപാട് മനുഷ്യർ നമ്മുടെ ചുറ്റിനുമുണ്ട്. ഈ പ്രേതങ്ങളെ പിടിക്കാൻ നടക്കുന്ന ഒരുപാട് മനുഷ്യരും നമ്മുടെ ചുറ്റിനുമുണ്ട്. ഇപ്പോൾ ജ്യോതിശാസ്ത്രത്തിലൊക്കെ പറയുന്നത് ചില നക്ഷത്രക്കാർക്ക് ഈ പ്രേതങ്ങളെ നേരിൽ കാണാൻ കഴിയുമെന്നൊക്കെ പറയുന്നുണ്ട്. തരത്തിൽ അങ്ങനെ സാധ്യമാണോ? ഈ പ്രേതം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണ്? വല്ല ഐഡിയ ഉണ്ട്? ഒരു ഗോസ്റ്റ്, നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു സൂക്ഷ്മ ജീവി. അതായത് നമുക്കൊരു തോന്നലുണ്ട്, ഒരാൾ മരിച്ചാൽ അയാളുടെ ഓർമ്മകൾ അല്ലെങ്കിൽ അയാളുടെ ശരീരത്തിൻ്റെ അതുപോലെ ഒരു സാധനം, സാധാരണഗതിയിൽ ഒരു നിഴൽ പോലൊരു സാധനം, ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ഡയമെൻഷൻ. അതുണ്ട്. പക്ഷേ ഈ പറയുന്ന രീതിയിലല്ല അത് നിലനിൽക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ക്രില്ലിയൻ ക്യാമറ വെച്ചിട്ട് ഒരു നമ്മുടെ എനർജി ലെവൽ ഒന്ന് ക്യാപ്ചർ ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായിട്ടും ശരീരത്തിനൊരു എനർജി ലെവൽ കിട്ടും. അല്ലെങ്കിൽ ബയോഫോട്ടോൺ ക്യാമറ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. അത് വെച്ചിട്ട് ഒരാളിൻ്റെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ആ ഊർജം ശരീരത്തിൽ നിന്ന് മാറി ഒരു നിശ്ചിത അകലത്തിൽ ഒരു ഓറ നമുക്ക് കാണാൻ പറ്റും. ഇനി അതല്ല, മാഗ്നറ്റോമീറ്റർ എന്ന് പറഞ്ഞൊരു പുതിയ മെഷീനുണ്ട്. അത് വെച്ചിട്ട് നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ടും ഈ ഊർജ ലെയർ, ആ ഒരു പ്രത്യേക തലം നമുക്ക് കാണാൻ പറ്റും. അതിപ്പോൾ മോഡേൺ സയൻസ് വളരെ ആഴത്തിൽ പഠിക്കുന്നുണ്ട്. ഈ ബ്രെയിനിൻ്റെ ഭാഗത്ത് 2 ഇഞ്ച് അകലത്തിൽ ഒരു ഓറയും അതേസമയം തന്നെ ഹൃദയത്തിൻ്റെ ഭാഗത്ത് അത് 6 അടി ദൂരെയാണ് അത് കാണുന്നത്. ദാറ്റ് മീൻസ് അവർ പറയുന്നത്, മോഡേൺ സയൻറ്റിസ്റ്റുകൾ ഈ മെഷീൻ ഉപയോഗിച്ച് പണ്ട് മനസ്സുകൊണ്ട് അടുത്തറിഞ്ഞിരുന്നത് ഇന്ന് മെഷീൻ കൊണ്ട് അവർ ബോധിപ്പിക്കുന്നു. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. തലച്ചോറിനേക്കാൾ 60 ഇരട്ടി ശക്തമാണ് ഹൃദയവികാരങ്ങൾ എന്നാണ് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പോൾ ദേഹത്തിനപ്പുറം ഒരു ഊർജ നില, ഇതൊരു ഡയമെൻഷനാണ്. ദിസ് ഈസ് എ ഡയമെൻഷൻ ഓഫ് മാറ്റർ. ദ അതർ വൺ ഈസ് എ റിഫൈൻഡ് മാറ്റർ. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് എണ്ണിയാൽ ഒടുങ്ങാത്ത തരംഗങ്ങളുണ്ട്. ഈ ഓരോ തലങ്ങളിലും ബോധം നിൽക്കുന്നതിനെയാണ് നാടൻ ഭാഷയിൽ പ്രേതം എന്ന് പറയുന്നത്. പിന്നെ പ്രേതത്തെ കാണുന്നവരുണ്ടെന്ന് പറയുന്നത് ശരിയാണ്. അവരുടെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി ഒരു ഉന്മാദാവസ്ഥയിലാണ്. അത് സ്വയം സൃഷ്ടിച്ചാൽ അവൻ യോഗി എന്ന് പറയും. അത് സംഭവിച്ചാൽ, സ്പോണ്ടേനിയസ് ആയിട്ട് സംഭവിച്ചാൽ അവനെ രോഗി എന്ന് പറയും. മനസ്സിലാവുന്നുണ്ട്? ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പ്രേതങ്ങളെ കാണുന്നുണ്ട്. എൻ്റെ മുന്നിൽ താങ്കളും ഒരു പ്രേതമാണ്, ഞാനും ഒരു പ്രേതമാണ്. എന്നാൽ പിന്നെ പ്രേതങ്ങളല്ലാത്ത എന്തായി പ്രപഞ്ചത്തിലുള്ളത്? പ്രപഞ്ചം തന്നെ ഒരു പ്രേതമാണ്. ബ്രഹ്മസത്യം, ജഗത് മിഥ്യ. ഇതാരാ പറഞ്ഞേ? പൗരാണിക ആചാര്യന്മാർ. അതിൽ പ്രധാനമായിട്ടും അത് കൃത്യമായി അടിവരയിട്ട് ഭാഷ്യം എഴുതി തെളിയിച്ചത് ശങ്കരാചാര്യനാണ്, ഇല്ലേ? ശങ്കരാചാര്യർക്ക് അത് പറഞ്ഞു കൊടുത്തത് ഗൗഡപാദ ആചാര്യർ. പിന്നെ അതിങ്ങനെ പരമ്പരയിലൂടെ വന്നതാണ്. മോഡേൺ സയൻസ് എന്താ പറയുന്നത്? ദർ ഈസ് നോ മെറ്റീരിയൽ വേൾഡ് എക്സിസ്റ്റിംഗ് ദ വേ യു പെർസീവ്. നിങ്ങൾ കാണുന്നത് പോലെ ഒരു പ്രപഞ്ചം ഇവിടെ നിലനിൽക്കുന്നില്ല. അതിനർത്ഥം ഈ പ്രപഞ്ചം ഒരു പ്രേതമാണ്. പിന്നെയോ അത് ഒരു എണ്ണിയാലൊടുങ്ങാത്ത തരംഗങ്ങളിൽ ഒരു തരംഗം മാത്രമാണ്, പർട്ടിക്കുലർ ഫ്രീക്വൻസി. മനസ്സിലായ? ആ ഫ്രീക്വൻസിയിൽ ഇപ്പം ഞങ്ങളെല്ലാവരും ഒരേ ഫ്രീക്വൻസി അനുഭവിക്കുന്നത് കൊണ്ട് നമുക്കത് യാഥാർത്ഥ്യമാണെന്ന് തോന്നാം. ഇപ്പോൾ ഇവിടെ ഒരു ഭ്രാന്തൻ വന്നിരിക്കുകയാണ്. അവൻ
നമ്മളിങ്ങനെ നോക്കുന്നെങ്കിൽ അവൻ കാണത്തില്ല നമ്മളെ. പക്ഷേ നമ്മുടെ ഈ ഊർജ്ജ രൂപത്തെ കാണും. കാരണം അവൻ്റെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി നിയന്ത്രണ അതീതമായി ഇവൻ ഈ സൂക്ഷ്മ ശരീരത്തെ കാണുന്നുണ്ട്. അപ്പോൾ അവൻ കുറച്ച് മാറിയിട്ട് നിങ്ങളല്ലേ അവിടെ നിൽക്കുന്നത്, ഒരുപക്ഷെ ഞാനിപ്പോൾ ഇങ്ങനെ നോക്കി സംസാരിക്കുന്നതിന് പകരം അവൻ ആ ചെടിയെ നോക്കിയായിരിക്കും സംസാരിക്കുന്നത്. അവനെ നമ്മൾ എന്ത് വിളിക്കും? സ്കിസോഫ്രീനിക് എന്നോ ഉന്മാദ രോഗിയെന്നോ എന്താണ് ബൈപോളാർ ഡിസീസ് എന്നൊക്കെ വിളിക്കും. കാരണം അത് നിയന്ത്രണ അതീതമാണ്. നമുക്ക് നമ്മുടെ ധാരണ എല്ലാം ശരിയാണ്, എന്നാൽ അവൻ്റെ അത്ര കഴിവ് നമുക്കില്ല. കാരണം അവൻ 2 എണ്ണം കാണുന്നുണ്ട്, അത് 2 or 3 തലം കാണുന്നുണ്ട്, നമ്മൾ ഒരെണ്ണം മാത്രമേ കാണുന്നുള്ളൂ. എന്നാൽ ചില ആൾക്കാർക്ക് നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ഈ കണ്ണിലൊരു ചെറിയ പ്രഷർ വേരിയേഷൻ വരുമ്പോൾ നമ്മുടെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി മാറുമ്പോൾ ഇവർക്ക് അവരുടെ ബോധം പോകാതെ തന്നെ മറ്റൊരാളിനെ കൂടെ അല്ലെങ്കിൽ മറ്റൊരു ഊർജ്ജ നിലയിൽ കൂടെ അവർക്ക് തിരിച്ചറിയാൻ പറ്റും. അതാണ് അവർ ഈ പ്രേതമെന്ന് പറയുന്നത്. എന്നാൽ സാധന ചെയ്ത് നമ്മുടെ ഈ തലച്ചോറിൽ മർദ്ദവ്യതിയാനം വരുത്താം. അങ്ങനെ മർദ്ദവ്യതിയാനത്തിലൂടെ പ്രാണനെ സ്തംഭിപ്പിച്ച് നമ്മുടെ ഈ ന്യൂറോൺസിൻ്റെ പ്രവർത്തനത്തെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാം. അതാണ് യോഗ സാധന. അങ്ങനെ ന്യൂറോൺസിൻ്റെ പ്രവർത്തനത്തെ നാം മാനിപ്പുലേറ്റ് ചെയ്താൽ പല തലങ്ങൾ, പല ഡയമെൻഷൻസ് നമുക്ക് കാണാം. അപ്പോൾ ഇത് ഒരു ഡയമെൻഷനാണ്. ഇറ്റ്സ് എ മെറ്റീരിയൽ ഡയമെൻഷൻ, അനദർ വൺ ഇസ് എ റിഫൈൻഡ് ഡയമെൻഷൻ. അങ്ങനെ പല ഡയമെൻഷൻസിനെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. അതാണ് ശരിക്കും പറഞ്ഞാൽ യോഗ ദൃഷ്ടി. അങ്ങനെയാണെങ്കിൽ അതൊരു ഹാലൂസിനേഷൻ മാത്രമല്ലേ? അപ്പോൾ ഇത് ഏതാണ് റിയൽ, ഏതാണ് ഹാലൂസിനേഷൻ? നമ്മളെല്ലാവരും കാണുന്നതല്ലേ യഥാർത്ഥ റിയാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഉറുമ്പിന് നമ്മളെങ്ങനെ കാണാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഉറുമ്പ് ഹാലൂസിനേഷനിലാണോ? ഉറുമ്പിൻ്റെ ശാസ്ത്രജ്ഞൻ പറയുന്നത് ഇവന്മാരൊക്കെ ഹാലൂസിനേറ്റഡ് ആണ് എന്ന് അവൻ പറയും. അതൊരു ഡിഫറെൻറ്റ് ഡയമെൻഷനാണ്. ഇപ്പോൾ മൂങ്ങയുടെ ലോകം വേറൊന്നാണ്. അതിനർത്ഥം അവൻ ഹാലൂസിനേറ്റഡ് ആണെന്നാണ്. വവ്വാലിൻ്റെ ഈ പ്രകൃതിയുമായിട്ടുള്ള സംവേദനം വേറൊരു തലത്തിലാണ്, വളരെ സാങ്കേതികമാണ്. അപ്പോൾ അവൻ ഹാലൂസിനേറ്റഡ് ആണോ, നമ്മൾ ഹാലൂസിനേറ്റഡ് ആണോ? ഈ 10 പേര് നിൽക്കുന്നതിൽ 9 പേർക്കും ഭ്രാന്തുണ്ടെന്ന് സങ്കല്പിക്കും. ഒരാളിന് ഭ്രാന്തില്ല. അപ്പോൾ ഈ ആരായിരിക്കും ശരിക്കും ഭ്രാന്തൻ എന്ന് പറയുന്നത്? 10 പേർക്കും ഒരേ തരം ഭ്രാന്തുണ്ട്, ഒരാളിന് ഭ്രാന്തില്ല. അത് ഏറ്റവും നന്നായിട്ട് ചെയ്തിരിക്കുന്നത് പണ്ടൊരു സിനിമ ഞാൻ കണ്ടായിരുന്നു, രാജീവ് അഞ്ചൽ ചെയ്ത ഗുരു. വളരെ നന്നായിട്ടത് ചെയ്തിട്ടുണ്ട്. ഈ അന്ധന്മാരുടെ ഒരു ലോകത്ത് ചെല്ലുകയാണ്. അപ്പോൾ ഈ അന്ധന്മാരുടെ വിചാരം അവിടെ എത്തിപ്പെട്ട കാഴ്ച ഉള്ളവൻ മണ്ടനാണെന്നാണ്. ഏകദേശം അതുപോലെയാണ് നമ്മൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ ഈ പ്രേതത്തെ പിടിക്കാൻ പോകുന്ന ആളുകളോ, പിടിച്ചു കെട്ടാൻ കഴിയുന്നതാണോ ഈ പ്രേതം? ഈ പ്രേതം എന്ന് പറയുന്നത് പിടിച്ചു കെട്ടാൻ കഴിയുമെന്ന് അയാൾ അവകാശപ്പെടുന്നതല്ലേ. ഏതെങ്കിലും ഒരു ഹൈ എനർജി അല്ലെങ്കിൽ ഒരു ഫിസിസിസ്റ്റ്, ഒരു തിയററ്റിക്കൽ ഫിസിസിസ്റ്റ് ഇങ്ങനെ പ്രേതത്തെ പിടിച്ചു കെട്ടാൻ പോണെന്ന് ക്ലെയിം ചെയ്യാറുണ്ടോ? ഇല്ല. കാരണം പുള്ളിക്ക് അതിൻ്റെ സാങ്കേതികത അറിയാം. അതുപോലെ ഏതെങ്കിലും നല്ല അനുഭവമുള്ള ഒരു സന്യാസി ഞാൻ പ്രേതത്തെ പിടിച്ചു കെട്ടിത്തരാമെന്ന് എവിടെയെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് ബാധാദോഷമുണ്ട് എന്ന് പറയുന്ന ഒരുപാട് സന്യാസിമാരുണ്ടല്ലോ. ഒരുപാട് സന്യാസിമാരുണ്ടല്ലോ. അതിൽ യുക്തിഭദ്രമായ കാര്യങ്ങളെ വിശദീകരിക്കാൻ കഴിയുന്ന എത്ര സന്യാസിമാരെ നമ്മൾ കണ്ടിട്ടുണ്ട്? ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ പൊതുവേ. പിന്നെ ബാധാദോഷം ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ബാധ എന്ന് പറഞ്ഞാൽ എന്താ? പ്രേതം അല്ല, അസുഖം ബാധിച്ചു എന്നല്ലേ പറയുന്നത്? അത് അപ്പോൾ പ്രേതം ബാധിച്ചു എന്നാ പറയുന്നത്. പ്രേതങ്ങൾ കാരണം അസുഖം ബാധിക്കുന്ന ആളുകളുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും. ഈ പ്രേതമെന്ന് ഞാൻ ഇത്രയും പറഞ്ഞിട്ടും അത് കിട്ടിയില്ലല്ലേ. ഇവിടെ പ്രശ്നം നമ്മുടെ മനസ്സങ്ങനെ അങ്ങ് ഫ്രെയിം ചെയ്തിരിക്കുകയാണ്. പ്രേതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ നമ്മുടെ തന്നെ ശരീരത്തിലെയോ മനസ്സിലെയോ ഡിഫറെൻറ്റ് ഡയമെൻഷൻ, ഡിഫറെൻറ്റ് വൈബ്രേഷൻസ് ആണ്. സൂക്ഷ്മതലം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ മാഗ്നറ്റോമീറ്റർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഇതിനകത്ത് വേറൊരു പ്രേതത്തെ ഞാൻ കാണിച്ചു തരാം. അല്ല, ഈ സൂക്ഷ്മതലത്തിൽ നിന്നുകൊണ്ട് അവർക്ക് എങ്ങനെയാണ് മറ്റൊരാളെ ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കാനും മറ്റൊരാളിൽ സമ്മർദ്ദം ചെലുത്താനും മറ്റൊരാൾക്ക് രോഗം നൽകാനും സാധിക്കുന്നത്? ഒരിക്കലുമില്ല. അത് ചുമ്മാ പറയുന്നതാണ്. വേറൊരാളിന് മറ്റൊരാളിനെ അസുഖം കൊടുക്കും. ഇപ്പം എനിക്ക് നല്ല വൈറൽ ഫീവർ ഉണ്ടെന്ന് വെച്ചോ,
എനിക്ക് താങ്കൾക്ക് തന്നൂടെ ഇത്? തന്നൂടെ? തരാം. അത്രേ ഉള്ളൂ. അപ്പോൾ എൻ്റെ അസുഖം നിങ്ങൾക്ക് ബാധിച്ചു എന്നല്ലേ പറയുന്നത്? പക്ഷേ നിങ്ങൾക്ക് നല്ല ഇമ്മ്യൂണിറ്റി ഉണ്ടെന്ന് നോക്കി, എൻ്റെ അസുഖം അങ്ങോട്ട് വരുമോ? ചിന്തിക്കും. ഇല്ല. അപ്പോൾ അതുപോലെ എൻ്റെ മനസ്സും ഒരു തരം പിന്നെ മൈക്രോ ഓർഗാനിസംസിൻ്റെ പ്രവർത്തനങ്ങളാണ്. താങ്കളുടെയും മനസ്സ് മൈക്രോ ഓർഗാനിസത്തിൻ്റെ പ്രവർത്തനങ്ങളാണ്. ന്യൂറോൺസ് എന്നൊക്കെ നമുക്ക് പറയാം. ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ പൗരാണിക കാലം തൊട്ടുള്ളതാണ് ഈ തന്ത്രശാസ്ത്രവും മറ്റുള്ള സംവിധാനങ്ങളും എല്ലാം, പൂജയും മറ്റു കാര്യങ്ങളെല്ലാം. ഇതിലെല്ലാം ഇത്തരത്തിലുള്ള ക്രിയകൾ പലപ്പോഴുമുണ്ട്. ആവാഹന ക്രിയകൾ, ഉച്ചാരണ ക്രിയകൾ, ഇതെല്ലാം ഇത്തരത്തിലുള്ള ബാധകളെ അല്ലെങ്കിൽ പ്രേതങ്ങളെ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ താന്ത്രിക ശാസ്ത്രങ്ങൾ തെറ്റാണ് എന്നാണ് പറയുന്നത്. ഇത് കുറേ തെറ്റ് പഠിച്ചു വെക്കും, എന്നിട്ട് ഇത് ശരിയേത് തെറ്റേത് എന്നറിയാതെ ഇങ്ങനെ അലയും. അതാണ് ആധുനിക മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. തന്ത്രശാസ്ത്രം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ എന്താണ്? ത്രസിപ്പിക്കുന്നതാണ് തന്ത്രം. അത്രേ ഉള്ളൂ അതിനർത്ഥം. ഇപ്പം നിങ്ങൾ ഒരു കമ്പി 2 സ്ക്രൂവിൽ വലിച്ചു കെട്ടുക, അതിൽ വല്ല ശബ്ദവും കേൾക്കുമോ? ഇല്ല. ഇല്ല. അതിനെ നന്നായിട്ട് ടൈറ്റ് ചെയ്യുക, എന്ത് പറ്റും? വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും, ഇല്ലേ? അപ്പോൾ അവിടെ ത്രസിക്കുകയാണ്, അപ്പോൾ ശബ്ദം പുറപ്പെടുവിക്കുകയാണ്, ഇല്ലേ? അപ്പോൾ ഒരു ട്യൂണിംഗ് ഫോർക്ക് ഇവിടെ വെക്കുക, സമാന വൈബ്രേഷനുള്ള ഒരു ട്യൂണിംഗ് ഫോർക്ക് ഈ റൂമിൻ്റെ അടുത്ത വയ്ക്കുക, ഇതിലൊന്ന് ബാങ് ചെയ്യുക, കൊടുക്കുമ്പോൾ ആ സൗണ്ട് വൈബ്രേഷൻ കുറച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും? മറ്റേ ട്യൂണിംഗ് ഫോർക്കും കൂടി ഇരുന്ന് സെയിം ശബ്ദം പുറപ്പെടുവിക്കാൻ തുടങ്ങും, ഇല്ലേ? ശരിയല്ലേ? അതെ, വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ അതിനെയാണ് ശരിക്കും തന്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ മനോതരംഗങ്ങളെ എനിക്ക് കൃത്യമായി ത്രസിപ്പിക്കാൻ കഴിയുമെങ്കിൽ അതേ വൈബ്രേഷനെ എനിക്ക് താങ്കളുടെ മനസ്സിലും വൈബ്രേറ്റ് ചെയ്യിക്കാൻ കഴിയും. അതെൻ്റെ മനോനിയന്ത്രണം കൊണ്ട് സാധിക്കുന്നതാണ്. എന്നാൽ എൻ്റെ മനസ്സിൻ്റെ വൈബ്രേഷനേക്കാൾ കൂടുതൽ സാധന ചെയ്ത് താങ്കൾക്ക് ബലം ഉണ്ടെങ്കിൽ എൻ്റെ വൈബ്രേഷൻ അവിടെ വന്നിട്ട് ചുവരിൽ തട്ടി തിരിച്ചു പോകുന്ന പോലെ തിരിച്ചു വരും. നേരത്തെ ഒരു വൈറസ് വന്നതുപോലെ എൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു വൈറസ് താങ്കളുടെ ദേഹത്ത് വന്ന് കയറി, താങ്കൾക്ക് നല്ല ഇമ്മ്യൂണിറ്റി ഉണ്ട്, അവിടെ ചത്തു, ഒരു എഫക്റ്റും ഇല്ല. താങ്കൾ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ആളാണ്, നേരെ വരുന്നു, അത് ഇൻവേഡ് ചെയ്യുന്നു, അസുഖം ബാധിച്ചു. ഇതുപോലെ ഞാൻ താങ്കളെ നോക്കുക, എൻ്റെ മനോതരംഗങ്ങളെ ചലിപ്പിക്കാൻ എനിക്കറിയാം എന്ന് സങ്കല്പിക്കുക. ആ തരംഗങ്ങളെ ഞാൻ ത്രസിപ്പിച്ച് തന്ത്രത്തിലൂടെ താങ്കളുടെ മനസ്സിനെ ത്രസിപ്പിക്കാൻ ശ്രമിക്കും. താങ്കൾ എന്നേക്കാൾ വീക്കാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ മനോതരംഗങ്ങൾ താങ്കളെ സ്വാധീനിക്കും. എന്നാൽ എന്നേക്കാൾ ശക്തനാണെങ്കിൽ താങ്കൾക്കത് ബാധിക്കില്ല. പിന്നെ ഞാൻ അങ്ങനെ ശ്രമിക്കുന്നു എന്ന് കണ്ടാൽ ചിലപ്പോൾ തിരിച്ചെനിക്ക് പണി തരാനും പറ്റും. ഇതിനെയാണ് ശരിക്കും മന്ത്രവാദം എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. ഇപ്പോൾ ബൈബിളിലാണെങ്കിലും പലപ്പോഴും യേശു ഇത്തരത്തിലുള്ള പ്രേതങ്ങളെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബാധകളെ ഓടിച്ചു വിട്ടിരുന്നു എന്നുള്ള കഥകളും അത്തരത്തിലുണ്ട്. അത് കഥയല്ലേ? കഥകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഏത് ട്രഡീഷനിലാണ് കഥകളില്ലാത്തത്? അങ്ങനെയാണെങ്കിൽ ഭാരതമാണല്ലോ സർവ്വ കഥകളുടെയും കേന്ദ്രം. കഥകൾക്കകത്തെ സാരത്തെ മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ അത് ശാസ്ത്രവുമായി ചേരും. പക്ഷെ ഇന്നും പ്രേതലോകമുണ്ട്, പ്രേതങ്ങൾ ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ ഇത് കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ചില തറവാടുകൾ, ഇപ്പോൾ ദുർമരണങ്ങൾ നടക്കുന്ന തറവാടുകൾ, അത് മുഴുവനായിട്ടും നശിച്ചു പോകുന്നതൊക്കെ എന്തുകൊണ്ടാണ്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ പല കൊട്ടാരങ്ങളും നശിച്ചു പോയിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും പല വീടുകളും ആളില്ലാതെ നശിച്ചു കിടക്കുന്നുണ്ടല്ലോ. അതെല്ലാം ഈ ദുർമരണങ്ങൾ കൊണ്ടാണ്. ആൾക്കാർ അമേരിക്കയിലും റഷ്യയിലും ഒക്കെ പോയത് കൊണ്ടാണ്. സോ ബി ലോജിക്ക്, നമ്മളെ യുക്തിപൂർവം ചിന്തിക്കുക. ഇന്ന് നാം ജീവിക്കുന്നത് ശാസ്ത്രം, ആധുനിക ശാസ്ത്രം, മെഷീനുകളുടെ, യന്ത്രങ്ങളുടെ സഹായത്താൽ പൗരാണിക മനുഷ്യർ പറഞ്ഞിരുന്ന പല കാര്യങ്ങളെയും ജനറലൈസ് ചെയ്ത് കഴിഞ്ഞു. അതായത് അണോരണീയാൻ മഹതോ മഹിയാൻ ആത്മാഗുഹായാം നിഹിതോസു ജന്തോ എന്ന് ഗുരുക്കന്മാർ പാടിയിട്ട് എത്ര കാലമായി? നിങ്ങൾക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത സൂക്ഷ്മജീവികളുണ്ടെന്നും ആ സൂക്ഷ്മജീവികൾക്ക് അതേ പ്രാധാന്യം തന്നെയേ ഉള്ളൂ ഈ പ്രപഞ്ചത്തിനുമെന്ന്, ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ മൈക്രോ ആൻഡ് മാക്രോ എന്ന് മോഡേൺ സയൻസും പറയുന്ന അതേ കാര്യം എത്രയോ കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞു. അപ്പോൾ അന്ന് സൂക്ഷ്മജീവി ഉണ്ടെന്ന് കണ്ടെത്തിയത് കൊണ്ടാണല്ലോ ആയുർവേദ ശാസ്ത്രങ്ങളും മറ്റുമൊക്കെ ഉണ്ടായത്.
പക്ഷേ എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ പറ്റി? എന്നാൽ ആധുനിക മനുഷ്യൻ മൈക്രോസ്കോപ്പ് കണ്ടെത്തി കഴിഞ്ഞപ്പോൾ പൗരാണികാചാര്യൻ പറഞ്ഞത് ആർക്കും ഒരു ലാബിൽ പോയി മൈക്രോസ്കോപ്പിലൂടെ നോക്കി ആ സൂക്ഷ്മജീവിയെ കാണാൻ കഴിഞ്ഞു. അപ്പോൾ അത് ജനറലൈസ് ചെയ്തു. പണ്ട് ചുരുക്കം ചില ആൾക്കാരിൽ മാത്രം നിലനിന്നിരുന്ന ആശയധാര ഇന്ന് യന്ത്രങ്ങളിലൂടെ അത് സർവർക്കും അവൈലബിളായി. ഇതുപോലെ തന്നെയാണ് ശാസ്ത്രത്തിൻ്റെ എല്ലാ തലങ്ങളും. അല്ല, അപ്പോഴും എൻ്റെ ഏറ്റവും വലിയ സംശയം എന്ന് പറയുന്നത്, എങ്ങനെയാണ് മരണപ്പെട്ടു പോയ ഒരാൾ, ഇപ്പോൾ ഈ പ്രേതത്തെ പിടിക്കാൻ പോകുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ആവാഹനം ചെയ്യാൻ പോകുന്ന ഒരാൾക്ക് ആ മരണപ്പെട്ട ആൾ ഇന്ന ആളാണ് എന്ന് പറഞ്ഞ് അവരെ ഇപ്പോൾ അങ്ങയോട് ചോദിക്കുകയാണ്, അങ്ങയുടെ സഹോദരൻ അല്ലെങ്കിൽ ഇന്ന ആൾ മരണപ്പെട്ടിട്ടില്ലേ എന്ന് ചോദിക്കാൻ കഴിയുന്ന എന്തുകൊണ്ടാണ്? അങ്ങോട്ട്